അശ്വതി, നമ്മൾ ഈ തലസ്ഥാനത്ത് നിന്ന് തലസ്ഥാനവാസികളെ സംബന്ധിച്ചിടത്തോളം Yes. നമ്മുടെ ഈ ഓണം തുടങ്ങുന്നത് പത്മനാഭന്റെ നടയിൽ മണ്ണിൽ നിന്നാണ് നിന്നാണ്, അല്ലേ? അതെ. അതെ. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രശാന്ത് അവിടെ തയ്യാറാണ്. ഓണം ഉൾപ്പെടെ എല്ലാ ശുഭദിനങ്ങളിലും അനന്തപുരി നിവാസികൾക്ക് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം എന്നത് ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒന്നാണ്. അതൊരു പതിവാണ്. തിരുവോണപ്പുലരിയിലും അതിനൊരു മാറ്റവും വന്നിട്ടുള്ള വിശേഷാൽ പൂജകൾക്ക് പുറമെ ഇന്ന് കിഴക്കേ നടയിൽ വലിയ അത്തപ്പൂക്കളവും തയ്യാറായിട്ടുണ്ടാകും അല്ലേ? അതെ, അത്തപ്പൂക്കളത്തിന് ഫ്രണ്ടിൽ നിൽപ്പുണ്ട് ഒരാള്. അതെ, ആ ഒരു അത്തപ്പൂക്കളത്തിന് പ്രത്യേകതയുമുണ്ട്. 50 വർഷത്തിന് ശേഷം 500 കിലോ അരിയുടെ നിവേദ്യവും ഒപ്പം തന്നെ 10,000 പേർക്കുള്ള ഓണസദ്യയും നടക്കുന്നു എന്നുള്ളത് വലിയ സവിശേഷത തന്നെയാണ്. നമുക്ക് പ്രശാന്തിനോട് തന്നെ ചോദിക്കാം. തീർച്ചയായും. പ്രശാന്ത്, ആദ്യം തന്നെ തിരുവോണ ദിന Happy ആശംസകൾ. ഓണം. പ്രശാന്ത്, എന്തായാലും വലിയൊരു പൂക്കളം, അതിന് പ്രത്യേകതകളുണ്ട്. ഒപ്പം തന്നെ പത്മനാഭന്റെ ഹാപ്പി ഓണം. യെസ്, അപ്പോൾ പത്മനാഭന്റെ മണ്ണിൽ നിന്ന് ഈ എന്താണ് തിരുവോണം തുടങ്ങുകയാണല്ലോ. അപ്പോൾ പറയാം, വിശേഷങ്ങൾ പറയാം. രാഖി, അശ്വതി, ഓണം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തുകാർക്ക് അതൊരു ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വലിയ മഹാ ആഘോഷമാണ്. നാടും നഗരവും എല്ലാം ഒരുങ്ങി. നമുക്കറിയാം, നഗരത്തിൻ്റെ പലയിടങ്ങളിലും ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളെല്ലാം നടന്നുകൊണ്ട് ഒരു വലിയ ആഘോഷമായിട്ട് തന്നെയാണ് ഓണം ഈ തിരുവനന്തപുരം വാസികൾ കൊണ്ടാടുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ പത്മനാഭസ്വാമി ക്ഷേത്ര നടയിലേക്ക് എത്തുക, അവിടെ പത്മനാഭസ്വാമിയെ കാണുക, എന്നൊക്കെയുള്ളതാണ് ഓണത്തോടനുബന്ധിച്ച് ഏറ്റവും ഈ തിരുവനന്തപുരംകാർക്കുള്ള ഏറ്റവും വലിയ ആചാരം, ആഘോഷം എന്നൊക്കെ പറയുന്നത്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലാണ്. നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയും ഒരു വലിയ പൂക്കളം 32 അടി നീളത്തിലും 40 അടി വീതിയിലുമായി തയ്യാറാക്കിയിരിക്കുന്ന ഗജേന്ദ്ര മോക്ഷത്തിൻ്റെ ഒരു പൂക്കളമാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഭഗവാൻ ഗരുഡാവാഹനനായിട്ട് ഭഗവാൻ വരുന്നതും അതോടൊപ്പം തന്നെ ഗജേന്ദ്രന് മോക്ഷം കൊടുക്കുന്നതുമായിട്ടുള്ളൊരു വലിയ ശില്പം. ഈ ശില്പമാണ് വലിയൊരു ആ രൂപമാണ് ഇവിടെ അത്തപ്പൂക്കളമായിട്ട് പൂവുകൾ കൊണ്ട് മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്നത്. മനോഹരമായി പൂക്കളം ഒരുക്കുന്നത്. നമുക്കറിയാം, ഓണം എന്ന് പറഞ്ഞാൽ പൂക്കളുടെ കൂടി ഉത്സവമാണ്, പൂക്കളം കൂടിയാണ്. എന്തായാലും അങ്ങനെ ആ ഒരു പൂക്കളം കൂടി നല്ല ഭംഗിയായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ക്ഷേത്രാചാര ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് പുറമേ ആണ് ഇന്ന് ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത് 500 അരിയുടെ നിവേദ്യം ഇന്ന് തയ്യാറാക്കുന്നു എന്നതാണ് വലിയ ഒരു പ്രത്യേകതയാണ്. 50 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള നിവേദ്യം തയ്യാറാക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് 10,000 പേർക്ക് ഈ ക്ഷേത്രത്തിലെത്തുന്ന 10,000-ലധികം പേർക്കുള്ള ഓണസദ്യയും ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരുക്കിയിട്ടുണ്ട്. വലിയ രീതിയിൽ ഉള്ള തിരക്ക് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള തിരക്കും നമുക്ക് ഇവിടുത്തെ കാണാൻ കഴിയും. ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം. ഈ പൂക്കളത്തിൻ്റെ ഒരു സ്രഷ്ടാവാണ് അല്ലേ? ആനന്ദ് എന്നാണല്ലേ പേര്? ശ്രീകാന്ത് എന്നാണ് പേര്. ഈ പൂക്കളം ഒരുക്കിയത് ശ്രീകാന്താണ് അല്ലേ? എത്ര കിലോ പൂവുകളാണ് ഒരുക്കിയത്? ഇതിൻ്റെ നീളവും വീതിയൊക്കെ ഒന്നുകൂടി ഒന്ന് പറഞ്ഞാൽ നമുക്ക്. 100 കിലോളം പൂവിലാണ് ഇത് ചെയ്തേക്കുന്നത്. നീളം വന്നിട്ട് 32 അടിയും 32 അടി വീതിയും ഒരു 40 അടിയോളം നീളവും വരുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇന്നലെ മൊത്തം മഴയായിരുന്നു. ഒരു രാത്രി അല്ലേ? മൊത്തം ഒരു 2 മണിയോളം തുടങ്ങിയ മഴയായിരുന്നു. ഇപ്പോഴും ആ ഒരു ക്ലൈമറ്റിൽ ഫുള്ള് നനഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. എത്ര സമയം എടുത്തു ഇത് പൂർത്തിയാക്കാനായിട്ട്? ഇത് ഇന്നലെ ഒരു 11 മണിക്ക് തുടങ്ങിയതാണ്. 11 മണിക്ക് തുടങ്ങി 6 മണിക്ക് മുമ്പേ ഏകദേശം കഴിഞ്ഞായിരുന്നു. ഇടയ്ക്ക് ഒരു മഴ വന്നതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വളരെ ഭംഗിയായി ഡീറ്റെയിൽസിങ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട്. മഴയുടെ ഒരു പ്രശ്നമുണ്ട്. നമുക്കത് കാണുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഒരു മഴയുടെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മുടെ കഴിവിൻ്റെ പരമാവധി ക്ഷേത്രത്തിലെ ഭാരവാഹികളുടെ അവരുടെയൊക്കെ സപ്പോർട്ടോട് കൂടി രാത്രി മൊത്തം എല്ലാവരും ഉറക്കൊഴിഞ്ഞ് ഫുള്ള് മഴയത്ത് നിന്നാണ് ഇത് ഫുള്ള് സെറ്റ് ചെയ്തത്. ഒരു ബുദ്ധിമുട്ട് സഹിച്ചു അല്ലേ? അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത്. കഴിഞ്ഞ വർഷം ആനന്ദ് തന്നെയായിരുന്നു അല്ലേ? ശ്രീകാന്ത് തന്നെയായിരുന്നു. അതെ, കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷമൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. ഈ പൂക്കളൊക്കെ ശേഖരിക്കുന്നതെല്ലാം ഇവിടുന്നായിരുന്നു വരുന്നത്? തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ് പൂക്കൾ വരുന്നത്. മൊത്തമായിട്ട് വാങ്ങിക്കുമായിരുന്നു. അതെ, പൂക്കളായിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ ഒരുപാട് അടുത്തായിട്ട് കൊടുത്തിട്ടാണ് ഇത് കംപ്ലീറ്റ് കട്ട് ചെയ്തൊക്കെ കിട്ടുന്നത്. അത് അത്രയും ഒരുപാട് ഹ്യൂജായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ഉള്ളത് കാരണം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ലിമിറ്റഡ് ടൈമിനകത്തല്ലേ ഫുള്ള് ഫ്രഷ് ഫ്ലവേഴ്സ് ആയതുകൊണ്ട് അങ്ങനെയാണ് കട്ട് ചെയ്താണ് എടുക്കുന്നത്. ഗജേന്ദ്ര മോക്ഷം തന്നെ തിരഞ്ഞെടുക്കാൻ കാര്യം അത് എല്ലാവരുടെയും കൂടെ ഒരു തീരുമാനം, കൂട്ടായിട്ടുള്ള ഒരു തീരുമാനം. ക്ഷേത്രത്തിൻ്റെയും എല്ലാവരുടെയും കൂടെ ഒരു 2-3 ഓപ്ഷൻ എല്ലാ വർഷവും വരുന്നതാണ്. കഴിഞ്ഞ വർഷം വന്നിട്ട് നമ്മുടെ ലക്ഷദ്വീപത്തിൻ്റെ ഒരു ലോഗോയാണ് ആദ്യമായിട്ട് നമ്മുടെ ഇവിടെയാണ് അത്തപ്പൂക്കളത്തിലാണ് അത് പ്രദർശിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഫൈനലൈസ് ചെയ്തത് ലോഗോ കിട്ടുന്നത്. ഈ വർഷം ഇങ്ങനെ എല്ലാവരും കൂടെ ഒരു തീരുമാനത്തിലാണ് ഇതിലെത്തിച്ചേർന്നത്. വളരെ മനോഹരമായിരിക്കുന്നു.
അശ്വതി, രാഖി, ഈ പൂക്കളം ഒരുക്കിയതിൻ്റെ അതിൻ്റെ വിശദാംശങ്ങളാണ് പറഞ്ഞത്. കാരണം 400 കിലോയോളം വരുന്ന പുഷ്പമാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വലിയ ഒരു പൂക്കളം, നമുക്കറിയാം ഏറ്റവും വലിയ പൂക്കളം എന്ന് പറയേണ്ടി വരിക്കുന്നു പത്മനാഭസ്വാമിയുടെ ക്ഷേത്രത്തിന് മുൻപിൽ കിഴക്കേ നടയിൽ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തലേന്ന് രാത്രി തുടങ്ങിയതാണ്. നിരവധി പേർ ഇതിൻ്റെ ഭാഗമായിട്ട് എത്തി. ഇപ്പോൾ നമുക്ക് പഞ്ചവാദ്യം കലാകാരന്മാരടക്കം ഇവിടേക്ക് എത്തുന്നുണ്ട്, ഈ ക്ഷേത്രത്തിൻ്റെ ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ആഘോഷങ്ങൾ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ തരത്തിൽ ഓരോ ആളുകൾ എത്തുന്നു. അതോടൊപ്പം തന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഭക്തരെത്തുന്നു. അതും കേരളത്തിന് പുറത്തുനിന്നുള്ള ഭക്തരടക്കം ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇനിയിപ്പോൾ പഞ്ചവാദ്യം കലാകാരന്മാരുടെ പഞ്ചവാദ്യം ഇവിടെ അരങ്ങേറുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ അതിൻ്റെ ഒരുക്കങ്ങൾ, അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്, കിഴക്കേ നടയിലാണ് ഓണം ആഘോഷങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. രാവിലെ മുതൽ തന്നെ വിശേഷാൽ പൂജകളുണ്ടായിരുന്നു. ആ വിശേഷാൽ പൂജകൾക്ക് പുറമെ എല്ലാ വർഷവും നടത്തിവരുന്ന ഓണവില്ല് സമർപ്പണം നടന്നിരുന്നു. ഓണവില്ല് സമർപ്പണത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു വിശിഷ്ട ആചാരമാണ് ഓണവില്ല് സമർപ്പണം എന്ന് പറയുന്നത്.